ആലപ്പുഴ കായംകുളം കറ്റാനത്ത് തീപിടുത്തം. കറ്റാനം ജംഗ്ഷനിലെ കടകൾക്കാണ് തീപിടിച്ചത്. കടകളിൽ ആളുകൾ കുടുങ്ങിയെന്ന് സംശയം. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയാണ്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചെയ്യുന്നത്. മനീഷ്, ഇത് എവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ്? അഞ്ജലി, ഇത് കായംകുളം കറ്റാനം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നിലവിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ കറ്റാനം ജംഗ്ഷനിൽ നിരവധി കടകളുള്ള ഒരു കട സമുച്ചയമാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ വലിയ വീട്ടിൽ എന്ന് പറയുന്ന ഒരു ഹോം അപ്ലയൻസ് ആയിട്ടുള്ള ഒരു കടയാണ്. അവിടെ ഈ ബാഗ്, തുണിത്തരങ്ങൾ, മറ്റ് സാമഗ്രികളൊക്കെയാണ് ഉള്ളത്. ഈ കടയിലാണ് നിലവിൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. വളരെ രാത്രി ഏകദേശം ഒരു 8:30-ക്ക് ശേഷമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സിന്റെ 4ഓളം യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എത്തിയത് കായംകുളത്തു നിന്നുള്ള 2 യൂണിറ്റുകളാണ്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ അടൂരിൽ നിന്നും അതുപോലെ തന്നെ മാവേലിക്കരയിൽ നിന്നുമുള്ള 2 യൂണിറ്റുകൾ കൂടി സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നാട്ടുകാരുടെ സഹായം അതിനോടൊപ്പമുണ്ട്. തീ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഈ കടകൾ മറ്റ് കടകൾ കൂടി ചുറ്റപ്പെട്ടാണ് ഈ കടയും ഉള്ളത്. അതായത് ഈ കടയുടെ മുകൾ വശത്ത് ഒരു ജിംനേഷ്യവും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥാപനമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകളിലൊക്കെ ആളുകൾ കുടുങ്ങി എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള തീയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും വലിയ തോതിൽ തീ നിലവിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം ചേർന്ന തീവ്രശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 8:30 ഈ വലിയ വീട്ടിലെ ഹോം അപ്ലയൻസ് എന്ന് പറയുന്ന ഈ കടയ്ക്ക് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അഞ്ജലി, മനുഷ്യ കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അഞ്ജലി, നിലവിൽ ആരെങ്കിലും കുടുങ്ങിയതായി സ്ഥിരീകരണമില്ല. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തമായതുകൊണ്ട് തന്നെ ജിമ്മിലടക്കം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷെ അപ്പോഴും വലിയ രീതിയിലുള്ള പുകയും മറ്റും ഈ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഈ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രണ വിധത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമായിരിക്കും ആ പരിശോധനകളൊന്നും പൂർണ്ണമായും, അതായത് ആരും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിവേഗമാണ് ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഒരു ജിമ്മാണ് പ്രവർത്തിക്കുന്നത്. ആ ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിനോടൊപ്പം തന്നെ സമീപമുള്ള കടകളിലും ആളുകൾ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയുള്ളവർ കുടുങ്ങിയോ അവർക്ക് പുറത്തെത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സ്ഥിരീകരണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തീ പിടിച്ചിരിക്കുന്ന കടയെന്ന് പറയുമ്പോൾ അവിടെ സ്കൂൾ ബാഗുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റ് ബുക്കുകൾ അടക്കമുള്ള വീട്ടുപകരണങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് തീ അതിവേഗത്തിലാണ് പടരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സമഗ്രമായ ജോലി തന്നെ ആവശ്യമായിട്ടുണ്ട്. നിലവിലിപ്പോൾ 3 ഫയർ സ്റ്റേഷനുകളുള്ള ഫയർഫോഴ്സുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള തീവ്രശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി, ശരി. ആലപ്പുഴ കായംകുളം കറ്റാനത്താണ് തീപിടുത്തം ഉണ്ടായത്.